ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ ജനിച്ചു തന്നെ ഒരു കാരണം കൊണ്ടാവണമെന്നില്ല. പക്ഷെ ഒരു കാരണം മാത്രം ഉണ്ടായിട്ട് ജനിച്ച ഒരു സംഭവം ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇത്. വാട്ട്സ്ആപ്പ് യൂട്യൂബ്. അപ്പം നമ്മുടെ ഇന്നത്തെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് സുസുക്കിയുടെ ഹയബൂസ, ദ വൺ ആൻഡ് ഓൺലി ഹയബൂസ. ഒരു ലെജൻഡറി ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ലെജൻഡറി ബൈക്ക്. ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ എന്തൂസിയാസ്റ്റിനെ എന്തും കോരി ധരിപ്പിച്ചിട്ടുള്ള ആ ഒരു ഹാർട്ട് ബീറ്റിൽ നിർത്തിയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ സുസുക്കിയുടെ ഹയബൂസ എന്ന് പറയുന്നത്. 1-2 ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ഇതൊരു ട്രിബ്യൂട്ട് വീഡിയോ ആണ് ഹയബൂസൻ്റെ. ബേസിക്കലി ഒരു മടിയനായ ഞാൻ ഹയബൂസ വീഡിയോ ഇതുവരെയും ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല. കാരണം ഇത് ഒരുപാട് ഓടിച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മൈൽ സ്റ്റോൺ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ ആവുന്നൊരു സമയത്ത് ചെയ്യാമെന്നാണ്. അപ്പോൾ 1 മില്യൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും എനിക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല. സോ ഹിയർ ഇസ് മൈ വീഡിയോ ഓൺ ദ സുസുക്കി ഹയബൂസ. ഈ ഒരു ഹയബൂസ എന്ന് പറയുന്നത് ജനറേഷൻ 3 ഹയബൂസയാണ്. ഇതിനകത്ത് ഒരു ഓസ്റ്റിൻ റേസിൻ്റെ ഒരു എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. സ്ലിപ്പ് ഓൺ ആണ്, ഫുൾ സിസ്റ്റം അല്ല. പിന്നെ എന്ത് ബൈക്കാണ് ആ ഒരു കാണാൻ തന്നെ. വാട്ട് എ ബ്യൂട്ടിഫുൾ ബൈക്ക്. അപ്പോൾ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നില്ല. ഇത്തവണ നമുക്ക് കുറച്ച് ഓടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ. ബൈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഓസ്റ്റിൻ റേസിൻ്റെ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. അതും അത്യാവശ്യം ഒന്ന് ലൗഡാണ്. പിന്നെ നമുക്ക് മാത്രമേ ലൗഡ്നെസ് ഉള്ളൂ, പുറത്തധികം ലൗഡില്ലെന്നാണ് കേട്ടത്. ഓക്കേ, what a machine, what a machine. Man, what a machine. നമ്മൾ അഡ്രിനാലിൻ ലെവലും സ്പീഡും ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരട്ടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇതൊരു മിസൈലാണ്. ദിസ് ഈസ് ജസ്റ്റ് എ മിസൈൽ ഓൺ 2 വീൽസ്. ഇതിലും നന്നായിട്ട് എനിക്ക് ഇതിനെ വിവരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതാണ് ഹയബൂസ. ആക്ച്വലി ഹയബൂസ എന്ന് പറയുന്ന ബൈക്ക് നമുക്ക് ഇന്ത്യൻസിന് അറിയുന്നത് ധൂം എന്ന് പറയുന്ന സിനിമയിലാണ്. പക്ഷേ അതിൽ മുന്നേ ആയിട്ട് തന്നെ ഹയബൂസയ്ക്ക് വേറൊരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഹയബൂസ ഉണ്ടാവാനൊരു കാരണമുണ്ട്. ആക്ച്വലി അത് നമ്മുടെ വാണ്ടറിംഗ് ബലൂണിൻ്റെ സ്പീഡ് വാർ എന്ന് പറഞ്ഞ ആ ഒരു സീരീസ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എങ്ങനെയാണ് ഈ സ്പീഡ് വാർ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ. ബേസിക്കലി അതിൻ്റെ ഒരു ചെറിയൊരു സ്ലൈറ്റ് എഡ്ജ് തരികയാണെങ്കിൽ, പണ്ട് കാലത്തൊക്കെ അതായത് നമ്മുടെ ജാപ്പനീസ് ബൈക്സ് ആയിരുന്നു റിലയബിലിറ്റി കൊണ്ടൊക്കെ മുന്നിൽ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരായിരുന്നു ഈ ലോകത്തിൻ്റെ തന്നെ മാർക്കറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൊത്തമായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ബ്രിട്ടീഷും ജർമ്മൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിൽ അവരായിരുന്നു ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് യമഹ, കവസാക്കി, ഹോണ്ട, സുസുക്കി, ഈ 4 ബൈക്കുകളുടെ ഒരു സ്പീഡ് വാർ നടക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് 1990s എന്ന് പറയണം. അപ്പോൾ ഒരു കമ്പനിക്കാർ ഇത്ര സ്പീഡിൻ്റെ ഒരു വണ്ടി ഇറക്കും, അതിന് മുകളിൽ അടുത്ത മാനുഫാക്ചർ ഇങ്ങനെ ഇറക്കും. അങ്ങനെ എത്തിയിട്ട് ഒരു അൺബീറ്റബിൾ മൊമെൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹോണ്ടയുടെ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ഒരു ബൈക്ക് ലോഞ്ച് ചെയ്യുന്നത്. അതായത് അത് 290 km/h പോകുന്നു. എനിക്കൊന്ന് 1996 അതായത് ABS ട്രാക്ഷൻ കൺട്രോൾ അങ്ങനത്തെ ഒരു ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഓൺ 2 വീൽസ് 290 km/h പോകാൻ പറ്റുന്നൊരു ബൈക്ക്. അതെന്ന് പറയുന്നത് ഈ 1-2 കിലോമീറ്റേഴ്സ് ആയിരുന്നില്ല അതിൻ്റെ ഓപ്പണൻസുമായിട്ട് അത് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 10 to 15 കിലോമീറ്റേഴ്സിലായിരുന്നു അതിൻ്റെ ടോപ്പ് സ്പീഡ് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഹോണ്ട ബ്ലാക്ക് ബേർഡിന് ബീറ്റ് ചെയ്തൊരു ബൈക്കാണ് സുസുക്കിയുടെ ഹയബൂസ എന്ന് പറയുന്നത്. ഇതിനും വേറൊരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത്, ഈ ബൈക്കിൻ്റെ ഡിസൈൻ, അതായത് ഹോൾ ഓഫ് എ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര സ്ട്രീം ലൈൻഡ് ആണ്, ഭയങ്കര എയറോഡൈനമിക് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. ഇതിൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പെരിഗ്രീൻ ഫാൽക്കൺ ആണ്. ഈ ഫോട്ടോ കാണുന്ന സാധനമാണ്. അതായത് ആ ഒരു ബേർഡിൽ നിന്നാണ്. ഈ ഒരു ബേർഡിന് വേറൊരു ഹിസ്റ്ററി ഉണ്ട്. കാരണം ഈ ഒരു ബേർഡാണ് ലോകത്തിലെ, അതായത് ഈ പ്ലാനറ്റിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ജീപ്പ്. അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 300 km/h ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ അത് ഡൗൺഫോൾ ചെയ്യുന്ന സമയത്ത് 500 km/h സ്പീഡ് വരെ ഈ ബേർഡിന് പറക്കാൻ പറ്റുന്നതാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ്സുകൾ പറയുന്നത്. അങ്ങനെയുള്ള ഈ ബേർഡ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞ ബ്ലാക്ക് ബേർഡ് എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ മുകളിലായിരുന്നു. അപ്പം സുസുക്കി ആക്ച്വലി ഹോണ്ടയ്ക്ക് കൊടുത്ത ഒരു ആൻസർ ആയിരുന്നു, വിത്ത് ദിസ് പെരിഗ്രീൻ ഫാൽക്കൺ ബീറ്റിംഗ് ദ ഹോണ്ട ബ്ലാക്ക് ബേർഡ്. ലോകത്തിൽ ആദ്യമായിട്ട് 300 km/h എന്ന് പറയുന്ന ആ ഒരു മാർക്ക് ക്രോസ് ചെയ്ത് സുസുക്കി ഈ ഒരു ബൈക്കിനെ ഇറക്കി. അത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് പേടിയായത്. കാരണം ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അതായത് 300, 400, 500 ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഓടിക്കുന്ന ആൾക്കാർ ചത്തു, അത്ര തന്നെ. അപ്പോൾ ഗവൺമെൻറ്റ്സും ആക്ച്വലി ഒരു മുന്നോട്ടേക്കൊക്കെ വരാൻ തുടങ്ങി. അതായത് സൂപ്പർ ബൈക്സ് ബാൻ ചെയ്യണം എന്നുള്ളൊരു സ്ഥിതിയൊക്കെ എത്തി തുടങ്ങിയപ്പം ഈ കമ്പനിക്കാരൊക്കെ തന്നെ ഒരു ജെന്റിൽമാൻസ് ഡീലിലേക്ക് വന്നു. ഈ ജെന്റിൽമാൻസ് അഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എവിടെയും പേപ്പേഴ്സിലൊന്നും എഴുതാതെ തന്നെ
ഇവർ കമ്പനികൾ തമ്മിൽ തന്നെ ഒരു ഡീല്, അതായത് നമ്മുടെ വണ്ടികളൊക്കെ ഇലക്ട്രോണിക്കലി 299 റെസ്ട്രിക്റ്റഡ് ആയിരിക്കുന്നു. അങ്ങനെ ആ ഒരു ലെജൻഡറി മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഒരു ബൈക്കാണ് ഈ സുസുക്കി ഹൈബോസ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് 300 ക്രോസ് ചെയ്തൊരു ബൈക്ക്, ഇതുപോലെ ലോകത്തെ പിടിച്ചു കുലുക്കിയ ബൈക്ക്. നമ്മളിപ്പോൾ ആദ്യം മൂന്നിലാരെത്തി എന്നുള്ളതാണ് നമ്മൾ സയൻസ് ക്ലാസ്സസിലൊക്കെ പഠിപ്പിക്കാറ്, നീൽ ആംസ്ട്രോങ്. അതിനുശേഷം ഒരുപാട് പേര് എത്തിയിട്ടുണ്ടാവും, പക്ഷേ അവരെല്ലാവരും നമ്മൾ ഓർത്തിരിക്കുന്നില്ല. അതുപോലെയാണ് ഈ ബൈക്കിൻ്റെ ഒരു കാര്യം. ആദ്യമായിട്ട് 300 ക്രോസ് ചെയ്തത് ഹൈബൂസയാണ്. അതിനുശേഷം പല ബൈക്കുകളും ഈ പറഞ്ഞൊരു സ്പീഡ് ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹൈബൂസയുടെ അത്രയും ഒരു പ്രചാരമുള്ള ബൈക്ക് എന്ന് പറയുന്നത് വേറെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഹിസ്റ്ററി മാറ്റി നിർത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 2-3 ദിവസമായി ബൈക്ക് ഓടിക്കുന്നു. ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡ്രീം ബൈക്കാണ്. ഈ ഒരു ബൈക്ക് ഡ്രീം ആവാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ധൂം സിനിമേനെയാണ്. ധൂം സിനിമയിൽ ആക്ച്വലി ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി നമ്മുടെ ഹീറോ യൂസ് ചെയ്യുന്ന ഒരു ബൈക്കായിട്ടാണ് ഈ ഒരു ബൈക്ക് കാണിക്കുന്നത്. ബട്ട് ഇൻഫാക്റ്റ് എനിക്ക് ഉപയോഗിച്ചപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാഫിക്കിലേക്ക് ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഇത് എടുത്തിറങ്ങുകയാണെങ്കിൽ പണി പാടും. അതിന് നമുക്ക് വല്ല ആക്സസോ ആക്റ്റീവോ അങ്ങനെ എന്തെങ്കിലും ചെറിയ വണ്ടികളായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ആരും ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഇൻസ്പയർ ചെയ്യല്ല, എന്നാലും പറയാണ് ബൂസോ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പം ഇത് കുറച്ച് ദൂരം സിറ്റിയിലൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സിറ്റിക്ക് പറ്റിയൊരു വണ്ടിയല്ല. പിന്നെ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ജനറേഷൻ 3 ബൈക്കാണ്. അത് ജനറേഷൻ 1 അങ്ങനെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇല്ലാതെയാണ് ജനറേഷൻ 2 ഇറങ്ങിയത്. ജനറേഷൻ 2 കഴിഞ്ഞ് ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ടാണ് ഈ ജനറേഷൻ 3 വന്നത്. അതായത് ഇതിന് ഹോൾ ലോട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇതിന് ലോഞ്ച് കൺട്രോൾ ഉണ്ട്, വീലി കൺട്രോൾ ഉണ്ട്, കോർണറിംഗ് ABS ഉണ്ട്, കോർണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ബേസിക്കലി ഇതിൻ്റെ മുകളിൽ സുസുക്കി ഒരു 6 ആക്സിസ് IMU വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു IMU മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആ IMU യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കോർണറിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടുക. ഇപ്പോൾ ഞാൻ ത്രോട്ടിൽ ചെയ്തൊരു സമയത്ത് LF എന്ന് കാണിച്ചിട്ടുണ്ടാവും. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ട് വീൽ ലിഫ്റ്റ് ആക്ച്വലി 5-ലാണ് വെച്ചത്. അതിപ്പോൾ ഒരു 1-ലൊക്കെ ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ത്രോട്ടിൽ ഒന്നും നോക്കിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രണ്ട് വീൽ ഡെഫിനറ്റ്ലി എയറിലായിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ ഒരു മാൻ ആൻഡ് ദ മെഷീൻ ഫീലാണ്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാണുന്നൊരു ഡയലാണ്. അതായത് സുസുക്കി ആ ഒരു ജനറേഷൻ 2 3-ലേക്ക് വന്നൊരു സമയത്ത് ബേസിക്കലി ഈ ഒരു ഡയൽ അവർ കംപ്ലീറ്റ് ആയിട്ട് റീറ്റെയിൻ ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഒരു വലിയ കാര്യം. ഒരു ഭയങ്കര സിമെട്രിക്കാണ്. അതായത് സിമെട്രിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു ഡയലാണിത്. നടുക്ക് കാണുന്നതാണ് നോർമൽ ഇലക്ട്രോണിക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ 2 സൈഡ് വലിയ 2 സർക്കിൾസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് ടാക്കോമീറ്റർ ആണ്, റൈറ്റ് സൈഡിലാണ് നമ്മൾ സ്പീഡോമീറ്റർ വരുന്നത്. ഇപ്പോൾ സ്പീഡോമീറ്റർ അനലോഗാണ്. അതിൻ്റെ ഒരു ഭയങ്കര രസമാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു സംഭവമാണ് നമ്മുടെ പുതിയ യമഹ R1-ലൊക്കെ മിസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആ ചെറിയ സർക്കിൾ എന്ന് പറയുന്നത് ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ ആണ്. റൈറ്റ് സൈഡിലെ സർക്കിൾ എന്ന് പറയുന്നത് ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്ററുമാണ്. ഈ ഒരു ആംഗിളും ഈ ഒരു വ്യൂവും തന്നെ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് വളരെ സ്പോർട്ടിയായിട്ട് ഓടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബൈക്കാണ്. സ്പോർട്ട്നെസ്സിന് മാത്രമുള്ളൊരു ബൈക്കാണ്. അല്ലാതെ ഇതൊരു കംഫർട്ടബിൾ ബൈക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ദിസ് ഇസ് മച്ച് കംഫർട്ടബിൾ ദാൻ വാട്ട് യു തിങ്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു ബൈക്ക് എടുക്കുന്നൊരു സമയത്ത് ആൾക്കാർക്ക് ഒരു തോട്ട് ഉണ്ടാവും, അയ്യോ ഈ ഒരു ബൈക്ക് എങ്ങനെയായിരിക്കും ഓടിക്കാമെന്ന്. അപ്പം അത്രയും മോശമല്ല, പക്ഷേ ഇതൊരു ടാസ്ക് തന്നെയാണ് ഓടിക്കുന്നത്. ഹൈബൂസ ഓടിക്കുക എന്ന് പറയുന്നത് ഒരു ഭീകര ടാസ്ക് തന്നെയാണ്. ഞാനിതിന് ടാങ്കിൻ്റെ മുകളിൽ ആക്ച്വലി കിടന്നാണ് ഓടിക്കുന്നത്. അത്യാവശ്യം സ്പോർട്ടിയാണ്, പക്ഷേ പണ്ടത്തെ വേർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സ്പോർട്ടി ആയിട്ടുള്ളൊരു ബൈക്കല്ല. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ബൈക്ക്, ഇതാണ് ഹൈബൂസ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പം നല്ല വലുപ്പമുള്ളൊരു ബൈക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിന്ന് വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ലോറിക്കാരൊക്കെ വഴി തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതിശയോക്തിയാണ് എന്നെ സംബന്ധിച്ചോളം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ നിർത്തിയിട്ട് സംസാരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി അത്രയും വലുതാണ്. അപ്പം ലോറിക്കാർ തന്നെ എനിക്ക് മഴ എന്നവർ പറഞ്ഞു, ഹെവി വെഹിക്കിൾ അല്ലേ മോനെ, അതുവഴി നീ ഓടിച്ചു എന്ന്. ബിക്കോസ് ദിസ് ഇസ് സച്ച് എ മാമത്ത് വെഹിക്കിൾ. നമുക്ക് കുറച്ച് നേരം നിർത്തിയിട്ട് സംസാരിക്കാം. ബേസിക്കലി ഇതിൻ്റെ ഡയലിലുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നടുക്ക് കാണുന്നത് U1 ആണ്. U1 എന്ന് പറയുന്ന ഒരു പവർ മോഡാണ്. ഇതിന് 3 മോഡ്സ് ഉണ്ട്, U1, U2, U3. അത് പോരാതെ നമുക്ക് 3 യൂസർ ഡിഫൈൻ മോഡും, അങ്ങനെ മൊത്തത്തിൽ 6 മോഡുകളാണുള്ളത്. അപ്പോൾ ഈ മോഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഈ PW എന്ന് പറയുന്ന പവർ സെറ്റ് ചെയ്യുക, അതായത് മാക്സ് പവറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് 1 എന്ന് പറയുന്നത്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റിൻ്റെ സെറ്റിംഗ്, 2 ക്വിക്ക് ഷിഫ്റ്റ് സെറ്റിംഗ് ഉണ്ട്, ഒരു നോർമൽ സെറ്റിംഗ്, ഒരു റേസ് സെറ്റിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ 10 ലെവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, അതിപ്പോൾ 5-ലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ലിഫ്റ്റ് കൺട്രോൾ ഉണ്ട്, അത് 10 സ്റ്റേജ് അഡ്ജസ്റ്റബിൾ ആണ്. എഞ്ചിൻ ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓഡോമീറ്റർ, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ജാപ്പനീസ് ബൈക്ക് ആയതുകൊണ്ടുള്ളൊരു ഈസിനെസ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് വളരെ ഈസി ആയിട്ട് റീസെറ്റ് സെറ്റ് എന്നുണ്ട്. ഇത് ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസ് ആണെങ്കിൽ പോലും ഇതേ ബട്ടൺസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടോഗിൾ ചെയ്യുന്നതൊക്കെ. അപ്പം അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് വരുന്നുണ്ട്. അതാണ് ജാപ്പനീസ് ബൈക്സ് നമ്മൾ കയറുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു യൂസർ മാനുവൽ വായിച്ച് പഠിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഫുള്ളി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. ഇതൊന്നുമല്ല, ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോഴല്ലോ, ഇത് കണ്ടില്ലേ, ഇതിൻ്റെ റയർ സീറ്റാണ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ CBR 650R ഇത്രയും വലുപ്പമുണ്ട് അതിൻ്റെ ഫെയറിങ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഓസ്റ്റൻ റേസിൻ്റെ എക്സോസ്റ്റ് അത് ഭയങ്കര സ്വീറ്റാണ് കേൾക്കാൻ. ലുക്ക് അറ്റ് ദറ്റ് ബൈക്ക് മാൻ. ഞാൻ പറഞ്ഞത് അതാണ്, ആ ഒരു പെരിഗ്രീൻ ഫാൽക്കൻ്റെ ആ ഒരു ഡിസൈനാണ്. നമ്മൾ ആ ഒരു വിൻഡ് വൈസറിനകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ്. ഈ വണ്ടി ഇപ്പോൾ ഒരു വിധം സ്റ്റോക്ക് എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്ലിപ്പ് ഓൺ എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. എയർ ഫിൽറ്റർ DNAയുടെ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് എയർ ഫിൽറ്ററാണ് പൊതുവെ നമ്മൾ ജാപ്പനീസ് ബൈക്സിന് ചെയ്യാറ്, കാരണം സ്റ്റോക്ക് എയർ ഫിൽറ്റേഴ്സ് ഭയങ്കര തിക്കായിരിക്കും. പിന്നെ ഈ വണ്ടി എത്ര ഫാസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഈ വണ്ടിക്ക്
മേജർലി എസ്പെഷ്യലി ഇറ്റാലിയൻ ബൈക്സ് ഓടിക്കുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ ബ്രേക്കിംഗ് കുറച്ച് മോശമാണെന്നാണ്. അപ്പം ഈ ഒരു ബൈക്കിനകത്ത് വന്നിരിക്കുന്നത് ബ്രംബോൻ്റെ ബ്രേക്സ് ആണ്. അത്യാവശ്യം കോൺഫിഡൻസ് ഇൻസ്പയറിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ബ്രേക്കിംഗ് വേണമായിരുന്നതാണ്. കാരണം ഇതിന് സ്റ്റീൽ ബ്രേഡഡ് ബ്രേക്ക് ലൈൻസോ അങ്ങനെയൊന്നും വരുന്നില്ല, ബേസിക് ബ്രേക്ക് ലൈൻസ് ആണ് വരുന്നത്. അപ്പം സ്റ്റീൽ ബ്രേഡഡ് ആൾക്കാർ ചെയ്യിക്കുന്നുണ്ട് ഔട്ട് സൈഡ്, ഈ വണ്ടിക്കും ചെയ്യാൻ പോവുകയാണ് ഇപ്പം. അപ്പം ഇതിന് പിന്നെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മളിപ്പം ആക്റ്റീവിലൊക്കെ കാണുന്ന പോലത്തെ സ്കൂട്ടേഴ്സിലൊക്കെ കാണുന്ന പോലത്തെ കോംബി ബ്രേക്കിംഗ്, അതായത് ഫ്രണ്ട് യൂസ് ചെയ്യുമ്പോൾ റെയർ ബ്രേക്കും കുറച്ചുകൂടെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ബ്രേക്കിംഗ് ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല, ബിക്കോസ് ഞാൻ കുറേ കൂടെ S1000RR പനികല V4 അങ്ങനത്തെ പല വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഫോർ ദാറ്റ് മാറ്റർ എൻ്റെ CBR 650 ബ്രേക്കിംഗ് പോലും ഞാൻ ഭയങ്കര ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഒരു 600ൻ്റെ ബ്രേക്കിംഗ് ആയിട്ട് ഞാൻ കമ്പയർ ചെയ്യില്ല, കാരണം അത് ലൈറ്റർ ബൈക്കാണ്. ഇതെന്ന് പറയുന്നത് 260 kg അങ്ങനെ എന്താണ് ഈ ഒരു ബൈക്ക്. പിന്നെ ഇത് വയറ് നിറച്ച് ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ അതിന് വേറെ അഡീഷണൽ വെയിറ്റ്. പിന്നെ ഇതിനൊരു വലിയൊരു എക്സോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എക്സോസ്റ്റ് രണ്ടും എടുത്ത് മാറ്റിയപ്പോൾ തന്നെ ഒരുപാട് വെയിറ്റ് സേവ് ചെയ്തതായിട്ട്. കാരണം സ്റ്റോക്ക് എക്സോസ്റ്റ് ഇങ്ങനെ 14 kg അങ്ങനെ എന്തോ ആണ്, ഈ കാണുന്ന 3 kg അങ്ങനെ എന്തോ ആണ്. അപ്പം രണ്ട് സൈഡ് സ്റ്റോക്ക് എക്സോസ്റ്റ് അത് 28 kg. അപ്പം ഓൾമോസ്റ്റ് 22 kgൻ്റെ ഡിഫറൻസ് ആണ് സ്റ്റോക്ക് ബൈക്കുമായിട്ടുള്ളത്. പിന്നെ ഈ ബൈക്ക് ഇങ്ങനെ എന്താ പറയുക, നിർത്തിയിട്ട് ഇങ്ങനെ നോക്കുക. കുറേ നേരം ഞാൻ നിർത്തിയിട്ട് നോക്കാനായിരുന്നു. കാരണം സിറ്റിയിൽ ഓടിച്ച് കുറച്ചൊന്നും നടുപൊടിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം സിറ്റിയിൽ അത്രത്തോളം പ്രാക്ടിക്കലായിട്ടുള്ളൊരു ബൈക്കല്ല. ഒബ്വിയസ്ലി 1300 cc മാൻ, വാട്ട് എ ബൈക്ക്. സിറ്റിയിലൊന്നും ഓടിക്കേണ്ട ഒരു ബൈക്കല്ല, പക്ഷേ സിറ്റിയിൽ ഓടിക്കാം. മറ്റു പല ബൈക്കുകളും കമ്പയർ ചെയ്യുന്ന സമയത്ത് സിറ്റിയിൽ ഓടിക്കാം. ഈ ടെയിൽ സെക്ഷനൊക്കെ കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിന് ടെയിൽ ടൈഡ് ചെയ്തിട്ടില്ല. ടെയിൽ ടൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഭംഗിയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു അറ്റൻഷൻ ഗ്രാബർ ആകണ്ടല്ലേ, ആ പോകുന്ന ആൾക്കാരൊക്കെ നോക്കുന്നത്. ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ കേട്ടോ അത് നോക്കുന്നത്. ഇതൊരു ഭയങ്കര അറ്റൻഷൻ ഗ്രാബർ ബൈക്കാണ്. അറ്റൻഷൻ ഗ്രാബിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഇൻസ്റ്റൻസ് പറഞ്ഞത്, അതായത് എല്ലാ സമയത്തും, അതായത് 1 in 30 seconds ആരെങ്കിലും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്, എന്ത് നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വേറൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഓടിക്കുന്നതിനിടയിൽ ഭയങ്കര ട്രാഫിക്കിനിടയിൽ പെട്ടു. ഒരു ജാഥ പോലെ എന്തോ പോകുന്നുണ്ടായിരുന്നു. ഞാനത് സൈഡിൽ കൂടെ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്ന സമയത്ത് പിന്നെ ഫുള്ളി സ്റ്റക്കായപ്പോൾ ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ ആൾക്കാരെന്തോ കൊട്ടുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കൊട്ടുന്നവർ പിന്നെ മൊത്തം എന്നെ നോക്കിയിട്ടാണ് കൊട്ടാൻ തുടങ്ങി. അവിടുന്ന് ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അത് ആക്ച്വലി ഇവിടെയൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആൾക്കാരെ കൊണ്ടുപോകുന്നൊരു ജാഥയുണ്ട്, അതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹാഫ് ഓഫ് ദി ആൾക്കാർ ബൂസേൻ്റെ മുകളിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, അങ്ങനത്തെ ഒരു സിനാരിയയിലും മനസ്സിന് കുറച്ച് കുളിർമ നൽകുന്ന ഒരു ബൈക്കായിട്ടാണ് ഇതിനെ കാണുന്നത്. ഐ എം നോട്ട് ജോക്കിങ്, നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്നറിയാം. ബട്ട് ദിസ് ഈസ് ദ കൈൻഡ് ഓഫ് അറ്റൻഷൻ ദിസ് ബൈക്ക് ഹാസ്. അതായത് ഞാൻ ഇന്നേ വരെ ഓടിച്ചിട്ടുള്ള ബൈക്കുകളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ ഗ്രാബിംഗ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. കുറച്ചൊരു ഇൻട്രോവേർട്ടിക് സൈഡുള്ള എനിക്ക് ഈ ഒരു ബൈക്ക് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സോഷ്യൽ കോൺഷ്യസ്നെസ് ആയിരുന്നു. അതായത് എന്നെ എപ്പോഴും ആൾക്കാർ നോക്കുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എന്നെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി, എന്നെയല്ല നോക്കുന്നത്, ബൈക്കിനെയാണ് നോക്കുന്നത്. ആൻഡ് മാൻ വാട്ട് എ ബൈക്ക്. 1300 cc ആണ്. അതായത് പിന്നെ ഒരു ചില്ലറയും കൂടെ ഉണ്ടാവും. ആ ചില്ലറ കയ്യിലിരിക്കട്ടെ. ഹാർട്ട് ഇൻ ദ മൗത്ത് എന്ന് പറയുന്ന രീതിയിൽ പുള്ളി ചെയ്യുന്നൊരു ബൈക്ക് ഇപ്പം കണ്ടിട്ടുണ്ടാവല്ലോ. പിന്നെ 160 to 200 ആണ് പുട്ട് പോലെ ക്രൂസ് ചെയ്യുന്ന സ്പീഡ്, അതായത് നമ്മൾ അറിയാതെ ക്രൂസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ അറിഞ്ഞിട്ട് ഓടിക്കുന്ന രീതിയിലുള്ളൊരു സ്പീഡാണ്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ തന്നെ 299 ക്രോസ് ചെയ്യും. ആൻലോക്ക് ടാക്കോണ്, അതുകൊണ്ട് തന്നെ 300 അത് ലോക്ക് ചെയ്യും. പക്ഷേ സ്റ്റിൽ ഇത് പോകുന്നതാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ബ്രേക്കിംഗ് മോശമല്ല, സസ്പെൻഷൻ ഫുള്ളി അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പോഴത്തെ സെറ്റിങ്ങിൽ ഇത് കംഫർട്ടബിൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതാ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ടാങ്കിൻ്റെ മുകളിൽ കിടന്നിട്ടാണ് ഓടിക്കുന്നത്. ഈവൻ ദോ ഈ വേർഷൻ എന്ന് പറയുന്നത് ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ ഈ ഒരു സൈഡിലേക്കാണ് വരുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ ടാങ്കിൻ്റെ മുകളിൽ കിടന്നിട്ടാണ് ഓടിക്കുന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് മാർവലാണ്, പറയാതിരിക്കാൻ വയ്യ. അതായത് ചുമ്മാ ഒരു ബൈക്ക് ഡിസൈൻ വേണ്ടി ഡിസൈൻ ചെയ്തതല്ല, അതൊരു പേർപ്പസ് ഉണ്ടാക്കിയ ഒരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 90s കാലഘട്ടത്തിലുള്ള ബൈക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഫൈറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ബൈക്കാണ്. മാൻ, പിന്നെ ഇതിന് ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ എനിക്ക് അപ്പ് ഷിഫ്റ്റ് നല്ലതായിട്ട് തോന്നി. ആ ഒരു പൊട്ടലൊക്കെ ഉണ്ട്. നമ്മൾ എക്സോസ്റ്റ് ഇങ്ങനെ ടപ്പ് ടപ്പ് എന്നുള്ളൊരു ശബ്ദം കേൾക്കും അപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്. അത് ഓട്ടോ ഫ്ലിപ്പർ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെടില്ല, കാരണം കുറച്ചൊന്ന് ടൈറ്റാണ്. എല്ലാ RPM വർക്ക് ചെയ്യുന്നില്ല. ഓപ്പൺ റോഡ് ഇല്ല, ഓപ്പൺ റോഡിന് സമയമായിട്ടില്ല. പവറാണ് ആക്ച്വലി. ഞാനിപ്പോൾ ആ ഇതൊരു ചെറിയൊരു കോർണർ സ്ട്രെച്ചാണ്. ഈ ഒരു കോർണർ സ്ട്രെച്ചിൽ ഞാൻ അധികം ഷിഫ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുന്നേ ഇതിൻ്റെ മുകളിലൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടൊന്ന് പണി പാടിയെന്ന് വിചാരിച്ചതാണ്. അതിൻ്റെ ഒരു മേജർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുകളിൽ ഓടുന്ന റോഡ് 5 റോഡ് 6 അങ്ങനെ എന്താണ് മിഷലിൻ്റെ. ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ഓൾ ദ ബെസ്റ്റ് ദാറ്റ് ദിസ് ഡിസേർവ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ മോഡിലായിരുന്നു വണ്ടി. അപ്പം ഫസ്റ്റ് ഗിയറിന് സെക്കൻഡ് ഗിയറിലേക്ക് ക്വിക്ക് ഷിഫ്റ്റർ യൂസ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരു അഡീഷണൽ എമൗണ്ട് ഓഫ് ഫ്യൂൽ പോകും. ആ ഒരു ഫ്യൂൽ പോകുന്നൊരു സമയത്ത് എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഷിഫ്റ്റിന് ശേഷം
ആ അഡീഷണൽ ഫ്യൂല് പോയപ്പം ട്രാക്ഷൻ പോയി, റെയർ വീല്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ മിഡ് കോർണറാണ്, സെക്കൻഡ് ഗിയറിൽ പോകുമ്പോൾ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടി. അപ്പം എൻ്റെ കൂടെയുള്ള ആൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷിഫ്റ്റിംഗ് പേടിച്ചിട്ട് ആയതാണ്. റെഡ് ലൈൻ ചെയ്തിരുന്നു, ഫസ്റ്റ് ഗിയറിൻ്റെ റെഡ് ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഇതിന് സ്റ്റോക്ക് ടയർ വന്നിരിക്കുന്നത് ഭയങ്കര മോശമാണ്. ഇതിന് ശരിക്കും നല്ല പിരളിയുടെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ടയർ തന്നെ ഇടണം. പിന്നെ ഈ ഒരു ബൈക്കിന് കോസ്റ്റ് വരുന്നത് ഇപ്പം കേരളത്തിലൊക്കെ 21 lakhs ആണ്. ഇതൊരു കേരള രജിസ്ട്രേഷൻ ബൈക്ക് തന്നെയാണ്. 21 lakhs ആണ് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സർവീസ് എന്നൊക്കെ പറയുന്നത് ജാപ്പനീസ് ടേംസിൽ നോക്കുന്ന ഒരു സമയത്ത് മോശമില്ല, അത്രത്തോളം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സർവീസ് ബില്ലല്ല. കാരണം 6000 കിലോമീറ്റേഴ്സിലാണ് സർവീസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മളെ ജർമ്മൻ ബൈക്സ് അല്ലെങ്കിൽ യൂറോപ്യൻ ബൈക്സ് പോലെ. അതായത് അതൊക്കെ 10,000 കിലോമീറ്റേഴ്സിൽ ചെയ്യുന്നത്, ഇത് 6000 കിലോമീറ്റേഴ്സിൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് 9,000 to 10,000 ആണ്, വിച്ച് ഇസ് കൈൻഡ് ഓഫ് ഓക്കെ. പിന്നെ ചോദിക്കാൻ പാടാത്ത കാര്യമാണ് മൈലേജ്. എന്നാലും ഞാൻ ചോദിച്ചു ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത്. അപ്പം പറഞ്ഞത് ഒരു 12 to 15 ആണ് ഒരു വേസ്റ്റ് കേസ് മൈലേജ് വരുന്നത്. പിന്നെ ഒരു 15 to 18 ആണ് ഒരു ആവറേജ് മൈലേജ് വരുന്നത്. മാക്സിമം ഒരു 20 ഒക്കെ കിട്ടുമായിരിക്കും ഹൈവേയിൽ ജസ്റ്റ് ക്രൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ. പിന്നെ ഈ ഒരു പ്രൈസിന് വേറെ ബൈക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹൈപ്പർ ബൈക്കാണ്. ഹൈപ്പർ ബൈക്ക് എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഈ ഒരു ബൈക്കും ഹൈബൂസിയും പിന്നെ കവാസാക്കിയുടെ GX14R ആണ്. ഇപ്പോൾ 14R ആക്ച്വലി സെയിലില്ല. 14Rഉം ഇതുമാണ് ശരിക്കും പറഞ്ഞ ഒരു കമ്പയറബിൾ ബൈക്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കമ്പാരിസൺ വരുന്നത് GX10Rുമായിട്ടാണ്. അപ്പോൾ GX10Rുമായിട്ട് ഇതിനൊരു കമ്പാരിസൺ ഇല്ല. അതായത് ഇപ്പോൾ എന്നോടിപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, അതായത് മോനെ ഇപ്പോൾ ഐസ്ക്രീം കഴിക്കണോ അതോ മത്തിക്കറി കഴിക്കണോ, അങ്ങനെ ചോദിക്കുന്ന പോലെയാണ്. കാരണം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോൺറയാണ്. GX10R എന്ന് പറഞ്ഞാൽ ലൈറ്റർ ബൈക്കാണ്, ഫാസ്റ്റർ ബൈക്കാണ്, ട്രാക്ക് ബൈക്കാണ്. പിന്നെ ആൻഡ് ഐ ഹാവ് ടു സേ ദാറ്റ് GX10R ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള ഒരു ബൈക്കാണ്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഇനി കേരളത്തിൽ സ്ഥിതിഗതികൾ വേറെയാണോ എന്നുള്ളത്. ബട്ട് ഇവിടെ ബാംഗ്ലൂർ നോക്കുന്ന ഒരു സമയത്ത് 10R ആണ് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു ബൈക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാക്കിയ ഒരു ബൈക്കാണ്. കോർണർ കാവിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പ്രീവിയസ് വേർഷൻ ബൂസ് വെച്ച് നോക്കുമ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് കോർണർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ്. നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ഉണ്ട്, ഓടിക്കാനൊക്കെ രസമാണ്. പക്ഷേ ഇത് ഒരു ട്രാക്ക് ഫോക്കസ് ബൈക്ക് ഒന്നുമല്ല, ഇത് ഹൈപ്പർ ബൈക്കാണ്. വേണേൽ ടോർ ചെയ്യാം, അതായത് ഹൈപ്പർ ടോറിംഗ് ആണ്. അതായത് 200-260 കിലോമീറ്ററിലൊക്കെ വേണമെങ്കിൽ ടോർ ചെയ്യാൻ പറ്റുന്ന ബൈക്കാണ്. അതായത് നമ്മുടെ ഹൈവേയിൽ അങ്ങനെ ഓടിക്കാൻ പറ്റിയ ഒരു ബൈക്കാണ്. വേണേൽ ക്രൂസ് കൺട്രോൾ കേട്ടോ, 260-ലൊക്കെ പുട്ടുപോലെ ക്രൂസ് ചെയ്തുകൊണ്ട് പോകാം. അതുപോലെ പോകുന്നൊരു മിസൈൽ ബൈക്കാണിത്. പിന്നെ ഞാൻ പറഞ്ഞു 14R ആയിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സമയത്ത് ആക്ച്വലി എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 14R ഇപ്പോൾ സെയിലില്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി സെയിൽ ഔട്ട് ആയ ബൈക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 14R ആണ് ഞാൻ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു ബൈക്ക്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14R ആക്ച്വലി അത്രയും വലുപ്പമുണ്ട്, അത്രയും വലുപ്പം എന്നല്ല, ഇതിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട്, ഇതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് ഓടിക്കാൻ. അത് നമ്മൾ സിറ്റിയിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാക്കുക. സിറ്റിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് മാനൂവർ ചെയ്യാൻ. ഹൈവേയിൽ വരുന്ന സമയത്ത് പിന്നെ രണ്ട് വണ്ടി ഒരേപോലെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയുന്നത് 14R ആണ് കുറച്ചും കൂടെ. ഇപ്പോൾ നിങ്ങൾ യൂസ്ഡ് മാർക്കറ്റ് നോക്കുന്ന ഒരാളാണെങ്കിൽ 14R കുറേ കൂടി ഈസിയാണ് ഓടിക്കാൻ. ബട്ട് ബൂസ ഈസ് ബൂസ. 14Rനെ കുറിച്ച് അധികം ആൾക്കാർക്ക് അറിയില്ല, അതാണ് ഒരു വേറെ കാര്യം. കവാസാക്കിക്ക് GX14R എന്ന് പറയുന്നൊരു ബൈക്കാണ്. ഞാൻ ഓടിച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബൂസ ഈസ് എ ബൂസ. ലെവൽ ബൈക്ക്. ആ ഒരു ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊരു ശബ്ദം ഉണ്ടല്ലോ, അതൊരു ഒരു 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 ഈവിൾ സ്മൈല് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഐ വാസ് ഡൗൺ ആക്ച്വലി. എനിക്ക് ത്രോട്ട് പെയിൻ എടുത്ത് എൻ്റെ ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസങ്ങൾ കാണുണ്ടാവും. എന്നിട്ട് ഞാൻ മെഡിസിനൊക്കെ എടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ കഴിക്കുന്ന മെഡിസിനേക്കാളൊക്കെ എത്രയോ പവർഫുള്ളാണ് ഈ ഒരു മെഡിസിൻ. കാരണം എൻ്റെ എഡ്രിനാലിൻ ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലിലേക്കാണ് ഈ ഒരു വണ്ടി കൊണ്ടുപോകുന്നത്. ഇറ്റ് ഇസ് എ മേജർ ക്യൂർ. വെറുതെ എല്ലാ ആൾക്കാർ പറയുന്നത് മോട്ടോർ സൈക്കിൾസ് തെറാപ്പി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്യൂർ. പക്ഷേ ഇതുപോലുള്ള വണ്ടി നമ്മുടെ നാട്ടിലായാലും എവിടെ ഓടിക്കുകയാണെങ്കിലും ശ്രദ്ധിച്ചൊക്കെ ഓടിക്കണം. ഇപ്പോൾ തന്നെ കണ്ടല്ലോ, ഈ ഒരു റോഡിലും ഞാൻ സേഫാന്ന് പറയില്ല. ബട്ട് സ്റ്റിൽ 6 ലൈൻ റോഡ്, അതായത് 3 ലൈൻ ഇവിടെയും 3 ലൈൻ അവിടെയും. അങ്ങനെ നോക്കുന്ന സമയത്ത് 6 ലൈൻ റോഡാണ്, ഓപ്പൺ റോഡ്. ആ ഡയലിൽ LF എന്ന് കാണിക്കുന്നുണ്ട്. അത് മറ്റേ ഫ്രണ്ട് വീൽ ലിഫ്റ്റിൻ്റെ വാർണിംഗ് ആണ്. അത് ആക്ച്വലി ഇത് ഇട്ടിട്ടും അത് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പോൾ അത്രയ്ക്കാണ് ബൂസ്റ്റയുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു 1 മില്യന് വേണ്ടി കാത്തിരുന്ന ഒരു ഇതാണ്. 1 മില്യൺ എന്ന് പറയുന്ന ഒരു ലാൻഡ് മാർക്ക് അല്ല, ഞാനൊരു ബഹുഭീകര മടിയനാണ്. അപ്പോൾ എനിക്കൊരു ലാൻഡ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 മില്യൺ ചെയ്യുക. ഓക്കെ 800 കാര്യം സമയത്ത് ഞാൻ വെച്ചു ഓക്കെ ഇനിയും 200 ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് ഞാനത് 1 മില്യൻ്റെ വെച്ചത്. പിന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ തരാനുള്ളൊരു പ്ലാനിലായിരുന്നു, അതുകൊണ്ടും കൂടിയായിരുന്നു. അപ്പോൾ അത്രയ്ക്കാണ് നമ്മുടെ ഹൈ ബൂസ്റ്റയുടെ വിശേഷം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Until then, bye bye.